മൃത്യുദേവനോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെ കാണുന്നത്. അതൊന്ന് നചികേതസായിരുന്നു, മറ്റൊന്ന് സാവിത്രിയാണ്. എനിക്ക് തോന്നുന്നു വ്യാസന്റെ ഉപാഖ്യാനത്തിലെ നായികമാരിൽ ഏറ്റവും ഈ മൂന്ന് തലങ്ങളിൽ നിൽക്കുമ്പോഴും സാവിത്രി തൻ്റെ ബുദ്ധിപരമായ ചോദ്യങ്ങൾ കൊണ്ടാണ് യമദേവനിൽ നിന്നും തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു വാങ്ങിയത്. ബുദ്ധിപരമായ ഇടപെടലിലൂടെയാണ് ദമയന്തി നളനെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരേ സമയം സ്ത്രീകളുടെ ഒരു വൈകാരിക സ്വത്വമാണ് സമൂഹത്തെയും കുടുംബത്തെയും നിലനിർത്തുന്നത്. സ്ത്രീ വൈകാരികമായി അവൾ കുടുംബത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ഇഴയടുപ്പമാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. പക്ഷേ സ്ത്രീയുടെ ഒരു ബുദ്ധിപരമായ ഇടപെടലാണ് പലപ്പോഴും വൈചാരികമായ സ്ത്രീയുടെ ഒരു ഇത് രണ്ടിൻ്റെയും ഒരു കൃത്യമായ സമന്വയമാണ് സ്ത്രീ എന്ന് ഉള്ളൊരു ചിന്തയിലാണ് ഈ ഉപാഖ്യാനങ്ങളിലൂടെ പോകുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഈ രണ്ട് ശക്തിയും സ്ത്രീകളിൽ ഒന്നിച്ച് സമ്മേളിച്ചത് ശരിക്കും വിനിയോഗിച്ച ഭാരത സ്ത്രീയിലാണ്. ഭാരത സ്ത്രീകൾക്ക് അതിനുള്ള ശക്തി ഉള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ത്രീയെ ശക്തി എന്നുള്ള മട്ടിൽ ആരാധിക്കുന്നതും നമ്മളതൊരു പൂജയാക്കി മാറ്റുന്നതും ശക്തി പൂജയൊക്കെ നമുക്ക് വരുന്നത് ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ശക്തി എവിടെ കണ്ടാലും നമുക്കതിനെ ആദരിക്കാം, ബഹുമാനിക്കാം. ഒരു വരി കൂടി ചേർത്താൽ പൂർണ്ണമാകും. ഇച്ഛാശക്തി മഹാലക്ഷ്മി മനസ്സിലും ജ്ഞാനശക്തി സരസ്വതി തലച്ചോറിലും ക്രിയാശക്തി പാർവതി ശരീരാവയവങ്ങളിലും ഉണ്ടാകണം. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യൈ നമഃ. എന്ത് ഗംഭീരാണല്ലേ, വിവരണാതീതം. സർ, പലപ്പോഴും നമ്മൾ ഇന്നത്തെ ഒരു സമകാലിക സാമൂഹ്യ ജീവിതത്തിൽ കാണുന്നതേ സ്ത്രീക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു തരത്തിലും അവൾ തടയപ്പെടുന്നില്ല. എല്ലാ തരത്തിലുള്ള തൊഴിലിടങ്ങളിലും ഒക്കെ സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ബാഹ്യമായ ഒരു സ്വാതന്ത്ര്യം ധാരാളം ലഭിക്കുന്ന ഒരു കാലത്ത് പലപ്പോഴും ആന്തരികമായ ഈ അവനവൻ്റെ ഒരു ഉൾക്കരുത്തിനെ തിരിച്ചറിയുന്ന ഒരു തലത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് സ്ത്രീ സമൂഹം മാറാത്തത് കൊണ്ടാണോ ഈ നിസ്സാരതകളിൽ പലപ്പോഴും സ്ത്രീകൾ മുന്നിൽ നിന്ന് പോകുന്നത്, പെട്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇടപെടുത്തുന്നത്? പുരുഷാർത്ഥങ്ങളിലെ 4 ധർമ്മ അർത്ഥ കാമ മോക്ഷം. ധാർമ്മികമായ ജീവിതം, ധാർമ്മികമായ അർത്ഥസമ്പാദനം, ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കല്, ധാർമ്മികമായിട്ട് മോഹസ്യക്ഷയം, പരമമോ വ്യാവഹാരികമായിട്ടുള്ള മോക്ഷം. അവിടെ ധർമ്മം വിട്ടപ്പോഴാണ് ബിടെക്കും എംടെക്കും പഠിക്കാനും ഡോക്ടറാവാനും എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉള്ളപ്പോഴും ധർമ്മത്തിൻ്റെ ചട്ടക്കൂട് വിട്ടപ്പോൾ പറ്റിയതാണ്. ഇവിടെ മാത്രമല്ല, ലോകത്തിൽ എല്ലായിടത്തും അത് തന്നെയാണ്. അത് പുരുഷനും ആപ്ലിക്കബിളാണ്, സ്ത്രീക്കും ആപ്ലിക്കബിളാണ്. ധാർമ്മികത നഷ്ടപ്പെടുമ്പോൾ പറ്റുന്നതാണ് സർവനാശം. അവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ എല്ലാ സ്വാതന്ത്ര്യവും ഉള്ളപ്പോഴത്തേക്കും ഓർമ്മിക്കുക, കൊപ്ര ഇസ് ഈക്വൽ ടു തേങ്ങാപ്പിണ്ണാക്ക പ്ലസ് വെളിച്ചെണ്ണ. ബട്ട് തേങ്ങാപ്പിണ്ണാക്ക പ്ലസ് വെളിച്ചെണ്ണ ഈസ് നോട്ട് ഈക്വൽ ടു കൊപ്ര. അർത്ഥം മനസ്സിലായല്ലോ? അങ്ങോട്ടേക്ക് ശരിയാ, ഇങ്ങോട്ടേക്ക് ശരിയല്ല. അപ്പൊ ധാർമ്മികത ചേർന്നതായിരിക്കണം നമ്മുടെ എല്ലാം. അല്ല, അന്വയം പറ്റും, വ്യതിരേകം പറ്റില്ല. അതെ.